and the truth and the life. No one comes to the Father but by me. John chapter 14 verse 6. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും ഈ ദിവ്യകാരുണ്യ ആരാധനയും മാത്രമല്ലാതെ സഭയ്ക്ക് പൊതുവായി കൂദാശകളുണ്ട്, കൂദാശ കൽപ്പങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ യാമപ്രാർത്ഥനകളുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ മാറാനായ പെരുന്നാളുകളുണ്ട്. ഇതെല്ലാം നമ്മൾ സഭയിൽ ആണ്ടുവട്ടത്തിൽ നമ്മൾ ആചരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ഈ ഞായറാഴ്ച നമ്മൾ പുതിയൊരു സഭാ വത്സരത്തിലേക്ക് പ്രവേശിച്ചു. സഭയുടെ 7 കാലങ്ങളിൽ ഏത് കാലത്തിലേക്കാണ് പ്രവേശിച്ചത്? സൂബോറോ കാലമെന്ന് പറഞ്ഞാൽ എന്താണ്? വചനിപ്പ് കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ മംഗളവാർത്ത മാതാവിന് നൽകപ്പെട്ടു. ഗബ്രിയേൽ ദൂതൻ വന്ന് അറിയിപ്പുകൾ നൽകുന്ന, അത് സക്കറിയായ്ക്ക് നൽകി, അത് സ്നാപകയോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച്, അങ്ങനെ അറിയിപ്പുകൾ നൽകുന്ന ഒരു കാലമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് എൽദാ കാലം അഥവാ ക്രിസ്മസ് കാലം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ സഭയുടെ ആരാധനാ മത്സരത്തിൽ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു ടൈം ടേബിൾ നമ്മൾ ഫോളോ ചെയ്താൽ, അതായത് നമ്മൾ വരുന്നിടത്ത് വെച്ച് കണ്ട് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു സിസ്റ്റം അല്ല നമുക്കൊരു ടൈം ടേബിൾ, നമുക്കൊരു സിസ്റ്റം ജീവിതത്തിലുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മൾ ഇപ്പം അവിടോട്ട് പോയപ്പോൾ ഒരു കുരിശടി കണ്ടു, എന്നാൽ ഒന്ന് കയറിയേക്കാൻ പ്രാർത്ഥിച്ചു, 10 രൂപ ഇട്ടു, പോയി. അടുത്ത ദിവസം അത് കണ്ടില്ല, തീർന്നു. വേറൊരു ദിവസം നമ്മൾ പോകുമ്പോഴാണ് എല്ലാവരും അവിടെ പോകുന്നു, ഭയങ്കര പ്രാർത്ഥനയാണ് അവിടെ, എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി, അത് കഴിഞ്ഞ് തീർന്നു. എങ്ങനെ പോകുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കാണുമ്പോൾ കാണുന്ന ഒരു ആത്മീയതയൊക്കെ ഉണ്ടെന്ന് തോന്നും, പക്ഷേ ഒരു ഉറപ്പുള്ള, ഒരു ദൃഢതയുള്ള ആത്മീയത നമുക്കുണ്ടാവില്ല. അതിനാണ് സഭയുടെ ആരാധനാക്രമം നമ്മൾ അനുധാവനം ചെയ്യണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ക്ഷീണമാണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിവസങ്ങളിൽ ധ്യാനിക്കുന്നുണ്ട്. യൂട്യൂബിലൊക്കെ അതിൻ്റെ ക്ലാസ്സുകൾ കിടപ്പുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു 6-ാമത്തെയോ 5-ാമത്തെ ക്ലാസ്സാണ്, 6-ാമത്തെ ക്ലാസ്സാണെന്ന് തോന്നുന്നു. അതായത് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈ ദേവാലയത്തിൽ ഈ ആരാധനാക്രമത്തിന് പറ്റുന്ന ഒരു ക്രമീകരണമാണ് നമ്മുടെ ദേവാലയത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ദേവാലയങ്ങൾ, നമ്മുടെ ഈ പരിശുദ്ധ മദ്ബഹ, അൾത്താര. ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. കാരണം നമ്മുടെ ഈ ശുശ്രൂഷകളെല്ലാം നടക്കുന്നത് ഈ അൾത്താരയുമായി ബന്ധപ്പെട്ടാണ്. അത് കൂദാശകളാണെങ്കിലും അത് യാമനമസ്കാരങ്ങളാണെങ്കിൽ നമ്മൾ ദേവാലയത്തിൽ നടത്തുന്നുണ്ട്, വീടുകളിലുമുണ്ട്. അതുകൂടാതെ കർത്താവിൻ്റെ പെരുന്നാളുകളെല്ലാം നടത്തുന്നതും ദേവാലയത്തിലാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണേ, എന്താണ് ഈ അൾത്താര? നമ്മുടെ ഇതിൻ്റെ പ്രധാന കേന്ദ്രം, നമ്മൾ എവിടെ നിന്നാലും നമ്മൾ ഈ അൾത്താരയിലേക്കാണ് നമ്മുടെ ശ്രദ്ധ. ശ്രദ്ധയുണ്ടെങ്കിൽ അവിടെ പുറകിലൊക്കെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നവരുണ്ട്, വണ്ടി നിൽക്കുന്നവരുണ്ട്, മഴ പെയ്യുന്നോന്ന് നോക്കി നിൽക്കുന്നവരുണ്ട്, പുറത്തൂടെ ആരാ പോകുന്നു, അതല്ല വിഷയം. നമ്മുടെ ഫോക്കസ് ഓഫ് അറ്റൻഷൻ ഈ അൾത്താരയായിരിക്കണം. എന്തുകൊണ്ടത് പറയാൻ കാര്യം? നമ്മളിത് പറയാൻ കാര്യം, ഇത് ബൈബിളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള, പിതാക്കന്മാർ മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞു തന്നിട്ടുള്ള, നമുക്ക് കാലങ്ങളായി നമ്മുടെ മാതാപിതാക്കൾ ഈ ബലിപീഠത്തെങ്കിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായതുകൊണ്ട്, നമ്മൾ വചനബന്ധിതമായതുകൊണ്ട്, തിരുവചനത്തിൽ യേശു ക്രിസ്തു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ ബലിപീഠത്തെക്കുറിച്ച്, മദ്ബഹായെക്കുറിച്ചും നമുക്കൊന്ന് ചിന്തിക്കാം. ആരാധനാക്രമ മത്സരത്തിൽ നമ്മൾ ഇന്ന് എന്തുകൊണ്ടാണ് ഈ കൂദാശകളും എന്തുകൊണ്ടാണ് ഈ ആരാധനാക്രമവും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു വരികയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈ മദ്ബഹായെക്കുറിച്ചാണ്. അൾത്താര, ഓൾട്ടർ.
ഇതാണ് ഇതിൻ്റെ ലാറ്റിൻ വാക്ക് അൾത്താര. ഈ അൾത്താര എന്ന് പറയുന്ന ഈ വാക്ക് 2 വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കരുതുന്നു. അൾത്താര നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ലാറ്റിൻ വാക്കാണ് അൾത്താര. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം എന്നറിയാമോ? നമ്മൾ ഈ ഓൾട്ടോ എന്ന് കേട്ടിട്ടുണ്ടോ? മാരുതി 800 എന്ന് കേട്ടിട്ടുണ്ടോ? ദൈവമേ, ഇതൊന്നും കേൾക്കാത്ത ചന്ദനപ്പള്ളിക്കാരാണോ? മാരുതി 800 കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയാമോ? അത് ഇച്ചിരി താണിരിക്കുന്ന ചെറിയ വണ്ടി ആയതുകൊണ്ട് അതിന് ശേഷം അതിനെ അപ്ഗ്രേഡ് ചെയ്ത് ഒരു വണ്ടി ഇറക്കി. ആ വണ്ടിയുടെ പേരാണ് ഓൾട്ടോ. അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? അല്പം കൂടി ഉയർന്നത്, പൊങ്ങിയത്, പൊക്കമുള്ളത്, ഉയർന്നു നിൽക്കുന്നത്. ഇതാണ് ഈ ആദ്യത്തെ വാക്ക്. അൾത്താരയുടെ 2 വാക്കുകൾ ചേർന്നാണ് അത്. ആൾത്തും എന്നൊരു വാക്ക് ചേർന്നു. അതിൽ നിന്നാണ് ഓൾട്ടോ എന്നൊരു വാക്ക് ഉണ്ടായത്. ആൾത്തും എന്ന് പറഞ്ഞാൽ ഉന്നതം, പൊക്കം, ഉയർന്നത് എന്നൊരർത്ഥമാണ്. അപ്പോൾ മറ്റ് 800 മാരുതി 800 ഇച്ചിരി ഉയർന്നൊരു വണ്ടി, ഇതാണ് ഓൾട്ടോ. അപ്പോൾ അൾത്താര എന്ന വാക്ക് ആൾത്തും എന്നൊരു വാക്കും ഇനി രണ്ടാമത് ആര എന്നൊരു വാക്കും കൂടെ ചേർന്നാണ്. എന്താണ്? ആര, ആര, ഇങ്ങനൊരു വാക്കും കൂടെ ചേർന്നതാണ്. അപ്പോൾ അൾത്താര, ഓൾട്ടർ. ആര എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പീഠം എന്നാണ്, ഫലകം എന്നാണ്. അപ്പോ അൾത്താര എന്ന് പറഞ്ഞാൽ ഉയർന്ന പീഠം, ഉയർന്ന പീഠം. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, അൾത്താര എന്ന് പറയുമ്പോൾ അതിൻ്റെ ലിറ്ററലി, അതിൻ്റെ ആക്ഷരിക അർത്ഥം എന്ന് പറയുന്നത്, അക്ഷരിക അർത്ഥം എന്ന് പറയുന്നത് അക്ഷരശ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഉയർന്ന പീഠം. പക്ഷെ ഈ വാക്കാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വെളിപാടിൻ്റെ പുസ്തകത്തിലുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സിംഹാസനം എന്നൊരു വാക്കിന് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സിംഹാസനം, നമുക്കൊരു ത്രോൺ. അതുകൊണ്ടാണ് ഇതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. അൾത്താരയുടെ ഗ്രീക്ക് വാക്കാണ് ത്രോണോസ്. കേട്ടിട്ടുണ്ടോ? അതുമില്ലേ? കേൾക്കാത്തൊരു പറഞ്ഞേ ഹല്ലേലൂയ. ഇല്ല, എല്ലാവരും കേൾക്കുന്നുണ്ട്. കേൾക്കണം. ത്രോണോസ്. പണ്ട് ഈ അമ്മച്ചിമാരും അപ്പച്ചമാരും പറയുന്നതിന് സ്വർണോസ് എന്നാണ്. കേട്ടിട്ടുണ്ടോ? സ്വർണോസ്. പിള്ളേര് അൾത്താര ബാലന്മാരൊക്കെ കിടന്നിട്ട് ഇവിടെ നിന്ന് ചാടുന്നത് കണ്ടിട്ടാ സ്വർണോസിന് ചുറ്റുമാണോടാ നിന്റെ കളി എന്നൊക്കെ അപ്പച്ചന്മാരും അമ്മച്ചമാരൊക്കെ ചോദിക്കും. സ്വർണോസ്. പക്ഷെ അത് ത്രോണോസ് എന്നാണ്. ത്രോണോസ് എന്ന് പറഞ്ഞാൽ അത് ത്രോൺ, സിംഹാസനം എന്നൊരു അർത്ഥത്തിലാണ്. അപ്പൊ നോക്കിയേ, ഈ ബലിപീഠത്തിൽ അഥവാ ഈ അൾത്താരയിൽ, ഉയർന്ന പീഠത്തിൽ, ആ പീഠത്തിന്റെ മറ്റൊരു പേരാണ്, ഇതൊരു ത്രോണാണ്, ഒരു സിംഹാസനമാണ്. അപ്പൊ ഈ സിംഹാസനം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മളൊരു വചനം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. സങ്കീർത്തനം പുസ്തകം 43-ാം സങ്കീർത്തനം 4-ാം വാക്യം ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. സങ്കീർത്തനം 43-ന്റെ 4-ാം വാക്യം. സങ്കീർത്തകൻ ഇങ്ങനെ പറയുകയാണ്, ഈ ബലിപീഠം അഥവാ ഉയർന്ന പീഠം, ഈ അൾത്താര, ആൾത്തും ആര, ഈ ഉയർന്ന പീഠം, ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് സങ്കീർത്തകൻ വചനത്തിൽ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. പറയാം. അപ്പോൾ ഞാൻ ദൈവത്തിന്റെ ബലിപീഠത്തിലേക്ക് ചെല്ലും. അപ്പോൾ ഞാൻ ദൈവത്തിന്റെ ബലിപീഠത്തിങ്കലേക്ക് ചെല്ലും. ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അൾത്താരയിലേക്ക്, യാഗപീഠത്തിലേക്ക്, ബലിയർപ്പിക്കുന്ന ഈ ഉയർന്ന പീഠത്തിലേക്ക്, ദൈവത്തിന്റെ പീഠത്തിലേക്ക് ചെല്ലും. എന്നിട്ട് അടുത്ത വചനമോ, എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് തന്നെ. എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കലേക്കു തന്നെ. ആ വചനം ഒന്ന് ഏറ്റു പറയാമോ? സങ്കീർത്തനം 43-ന്റെ 4-ാം വാക്യം. അപ്പോൾ ഞാൻ ദൈവത്തിന്റെ ബലിപീഠത്തിങ്കലേക്ക് ചെല്ലും. ദൈവത്തിന്റെ ബലിപീഠത്തിങ്കലേക്ക്
ദൈവത്തിങ്കിലേക്ക് ചെല്ലും. എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് തന്നെ. അപ്പോൾ ഞാൻ ദൈവത്തിന്റെ ബലിപീഠത്തിങ്കിലേക്ക് ചെല്ലും. എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് തന്നെ. സ്നേഹമുള്ളവരെ, ഈ ബലിപീഠത്തെ ബൈബിള് വിളിക്കുന്നത് ഇത് ദൈവം തന്നെയാണെന്നാണ്. ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്ന സിംഹാസനമാണ്, ഉയർന്ന പീഠമാണ് ഏത്? ഈ അൾത്താര, ഈ ബലിപീഠം. ഇതിൻ്റെ മുൻപിലൂടെ നമ്മൾ 100 മീറ്റർ ഓട്ടം നടത്തുമ്പോൾ, ഇതിൻ്റെ മുമ്പിലൂടെ പല വിചാരങ്ങളിൽ നടക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിക്കണമേ. ഈ ആലയത്തിൽ വരുമ്പോൾ, നിങ്ങൾ ഈ ബലിപീഠത്തിങ്കൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്ന സിംഹാസനം. ഇതാര് പറഞ്ഞു? ദൈവവചനം പറഞ്ഞു. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ബലിപീഠത്തിങ്കിലേക്ക് ചെല്ലും. എന്നിട്ട് പറയാണ്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്കു തന്നെ. എൻ്റെ ദൈവത്തിൻ്റെ സിംഹാസനമായി. വെളിപാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 2 മുതൽ വായിച്ചു. 2 മുതൽ. പെട്ടെന്ന് ഞാൻ ആത്മീയാനുഭൂതിയിൽ ലയിച്ചു. അതായത് വെളിപാട് കിട്ടിയ, ശ്രദ്ധിക്കണേ, വെളിപാട് കിട്ടിയ ഈ യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ പറയാണ്, അപ്പോൾ ഞാൻ ഒരു ആത്മീയ അനുഭൂതിയിൽ ലയിച്ചു. അതായത് യോഹന്നാൻ ശ്ലീഹയ്ക്ക് സ്വർഗത്തിലെ ആരാധന ദൈവം കാണിച്ചു കൊടുക്കുക. ഈ സ്വർഗത്തിന്റെ രഹസ്യങ്ങളെല്ലാം ഇങ്ങനെ തിരശ്ശീലയിട്ട് മൂടിയിരിക്കുകയാണ്. കർത്താവ് ആ തിരശ്ശീലയുടെ ഒരു കോൺ ഇങ്ങനെ പൊക്കി കാണിച്ചു. അപ്പോൾ യോഹന്നാൻ ശ്ലീഹ ഭൂമിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് വെളിപാടിന്റെ പുസ്തകത്തിലെ ദർശനങ്ങൾ മുഴുവൻ. അപ്പോ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇതാണ് പറയുന്നത്, ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരൂ, ഇനിയും സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നടക്കുന്ന ആരാധനകള് യോഹന്നാൻ ശ്ലീഹായ്ക്ക് ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. മോനെ, എൻ്റെ സഭയോട് പറയണം, ഇവിടെ നീ ഒരു ആരാധന നടത്തുമ്പോൾ, ഇവിടെ ഒരു കുർബാന നടത്തുമ്പോൾ, ഇവിടെ ഒരു കൂദാശ നടത്തുമ്പോൾ സ്വർഗത്തിൽ എന്താ നടക്കുന്നതെന്ന് നീ ജനത്തോട് പറയണം. അതേ ബലി, ആ ഏക ബലി, ഒരിക്കൽ മാത്രം അർപ്പിച്ച ബലി നിത്യമായി ആരാധനയായി സ്വർഗത്തിൽ നടക്കുന്നുണ്ട്. ഈ കാഴ്ച കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, വാ, ഞാൻ നിനക്ക് കാണിച്ചു തരാം. പെട്ടെന്ന് ഞാൻ ആത്മീയ അനുഭൂതിയിൽ ലയിച്ചു. അതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു. എന്തൊരുക്കപ്പെട്ടു? സിംഹാസനം. ഓൾട്ടർ, ആ വാക്ക് ഉപയോഗിച്ചത്. ആൾത്തും ആര, അൾത്താര, ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഇതാ ഒരു ഉയർന്ന പീഠം, ഒരു സിംഹാസനമാണ്. ത്രോണോസ്. പ്രിയപ്പെട്ടവര് ശ്രദ്ധിക്കണേ. എന്നിട്ട് പറയാണ്, ഈ സിംഹാസനത്തിൽ, അടുത്ത വചനം, സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. അടുത്ത വചനം, സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും ആയിരുന്നു. സിംഹാസനത്തിന് ചുറ്റും മരതകം പോലെയുള്ള ഒരു മഴവില്ലും കാണപ്പെട്ടു. ഇത് മദ്ബഹായുടെ കാഴ്ചയാണ്. ഈ അൾത്താര, അതുകൊണ്ടാണ് ഇങ്ങനെ മനോഹരം, മഴവില്ല് പോലുള്ള ഇങ്ങനെ കണ്ടോ. നമ്മുടെ സജീച്ചൻ ഇത്ര മനോഹരമായിട്ടാണ് നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തന്നെ. നോക്കി, മഴവില്ല് പോലുള്ള മനോഹരമായ കാഴ്ചകൾ. ഹല്ലേലൂയ. ഒരു സന്തോഷം. ഇതൊക്കെ കണ്ടാലും നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ ഇനി എവിടെ പോയാലും സന്തോഷം വരിക. ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സിംഹാസനസ്ഥൻ എന്നാണ് ഈ സിംഹാസനത്തിൽ, ഈ ഉയർന്ന പീഠത്തിലിരിക്കുന്നവനെ വെളിപാട് എഴുതിയ യോഹന്നാൻ ശ്ലീഹ പറയുന്നത് സിംഹാസനസ്ഥൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ അൾത്താരയിൽ ഇരിക്കുന്നവൻ ദൈവം.
ദൈവമാണ്. അവൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെ. ഞാൻ കണ്ടിട്ടില്ല സൂര്യകാന്തം, അതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സൂര്യകാന്തം എന്നൊക്കെ വളരെ തേജസ്സുള്ള ഒരു രൂപം ഇങ്ങനെ ഇരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ ബലിപീഠത്തെങ്കിൽ നമ്മുടെ കർത്താവ് ദൈവകാരുണ്യ ഈശോ എഴുന്നള്ളി വിരിക്കുമ്പോൾ ചിലരൊക്കെ അകക്കണ്ണുകൾ കൊണ്ട് ഇത് കാണുന്നുണ്ട്. ചിലർക്കൊക്കെ ദൈവം അതിനുള്ള കൃപയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷപാതം ഉള്ളതുകൊണ്ടല്ല, ബാക്കിയുള്ളവർ പല വിചാരത്തിൽ നിൽക്കുന്നതുകൊണ്ട്, താല്പര്യമില്ലാത്തതുകൊണ്ട്, ചോദിക്കാത്തതുകൊണ്ടും ഒക്കെയാണ്. അങ്ങനെ ഒരു കാഴ്ച, ആത്മാവിൻ്റെ ഒരു കാഴ്ച, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ലയിച്ച് നിന്നൊരു കാഴ്ചയൊക്കെ കാണാൻ ദൈവം സഹായിക്കും. ഈ അൾത്താരയെ വിലമതിച്ചാൽ, ഇത് അവന്റെ സിംഹാസനമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഈ സിംഹാസനത്തിൽ ദൈവമുണ്ട് എന്ന് ഇവിടെ പറഞ്ഞു, ദൈവവചനത്തിൽ പറഞ്ഞു. തിരുവചനമാണ് പഠിപ്പിക്കുന്നത്. 4-ാം വാക്യം, ആ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ. അതുകൊണ്ടാണ് നമ്മള് ഈ ബലിപീഠത്തിന് ചുറ്റുമൊക്കെ ഇങ്ങനെ തിരുമേനിമാർക്കൊക്കെ ഇങ്ങനെ കസേരയൊക്കെ ഇടും. സ്ഥലപരിമിതികൾ കൊണ്ടൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടും. പക്ഷേ പിതാക്കന്മാർ വന്നാൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലെബനോനിലെ പാത്രിയർക്കീസ് നമ്മളെ സന്ദർശിച്ചു, അന്ത്യോക്യൻ പാത്രിയർക്കീസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ബിഷപ്പുമാരൊക്കെ ഇവിടെ വന്നപ്പോൾ നമ്മൾ അവർക്ക് ഇങ്ങനെ വലിയ സിംഹാസനങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ട് കൊടുത്തു. ഇതായി നമ്മളെ ദേവാലയത്തിന് മദ്ബഹായ്ക്ക് ബലിപീഠത്തിന് ചുറ്റും ഈ കസേരകളൊക്കെ ഇങ്ങനെ ഇടുന്നതിൻ്റെ കാര്യം. നിങ്ങൾ ലത്തീൻ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ബലിപീഠത്തിന് ബാക്കി വലിയ കസേരകൾ, അവിടെയാണ് ഇരുന്ന് ശ്രേഷ്ഠന്മാരിരിക്കുന്ന സിംഹാസന കസേര. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം. കത്തോലിക്ക സഭ പള്ളി ഡിസൈൻ ചെയ്യുമ്പോൾ, മദ്ബഹ ഡിസൈൻ ചെയ്യുമ്പോൾ, വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള, ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുപോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് മനസ്സിലാകാതെ ചിലരൊക്കെ പറയും അവർ വിഗ്രഹാരാധകരാ. അവരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബൈബിളിലെ കാര്യങ്ങൾ അതുപോലെയാണ്. ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് വചനം അതുപോലെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആരാധനാക്രമത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ആ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ. 5-ാം വാക്യം, സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു. അതായത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ അറിയിക്കുന്നതാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തെ അറിയിക്കുന്നതാണ് ഈ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, തീയല്ലോ ചുറ്റുന്നു. തീയല്ലോ ഈ മദ്ബഹ, തീയുടെ ജ്വാല ഇവിടെയുണ്ട്. തീ ഇതിനെ ചുറ്റുന്നുണ്ട്. നമ്മുടെ പിതാക്കന്മാരൊക്കെ പറഞ്ഞ പാട്ട് നമ്മൾ ആരാധനാക്രമത്തിൽ പാടുന്നതിന്റെ കാര്യം അതാ. പ്രിയപ്പെട്ടവർ, ഇത് തീയാണ്. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞ ഹല്ലേലൂയ. എന്നിട്ട് 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഈ ബലിപീഠത്തിന് ചുറ്റും നിന്നുകൊണ്ട് ഈ ശ്രേഷ്ഠന്മാരും ഈ ജീവികളും ഒക്കെ ഇങ്ങനെ പാടി 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 ദൈവത്തിന് സ്തുതിയും ബഹുമാനവും മഹത്വവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. സിംഹാസനസ്ഥന്റെ മുൻപിൽ താണു വീണ് വണങ്ങിക്കൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അവർ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ സിംഹാസനം അഥവാ ഓൾട്ടർ, ഉയർന്ന പീഠം, സിംഹാസനം, ബൈബിളിന്റെ ഭാഷയില് ഇത് ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്ന ദൈവമാസനസ്ഥനായ ഈ ഒരു സ്പേസാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് ഈ ബലിപീഠത്തിങ്കൽ നമ്മൾ അശടുകളൊന്നും കൊണ്ട് വെക്കരുതെന്നും ഈ ബലിപീഠം വിശുദ്ധമായി സൂക്ഷിക്കണമെന്നും ഈ ബലിപീഠത്തിലെ തുണികളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്നും. അപ്പം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ബലിപീഠം, സിംഹാസനം. അതുകൊണ്ടാണ് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്
കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ 1383 ഖണ്ഡികയിൽ ഒന്ന് വായിക്കാമോ? 1383 ഖണ്ഡിക സഭ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് മക്കളെ, എന്താണ് ഈ ബലിപീഠം. 1383 അതിന്റെ ഹെഡിങ് അൾത്താര എന്ന അല്ലേ? വായിച്ചു. കുർബാനയുടെ ആഘോഷത്തിൽ സഭ അൾത്താരയ്ക്ക് ചുറ്റും സമ്മേളിക്കുന്നു. കുർബാനയുടെ ആഘോഷത്തിൽ സഭ എന്ന് പറയുന്നത് നമ്മൾ എവിടെ? അൾത്താരയ്ക്ക് ചുറ്റും സമ്മേളിക്കുന്നു. അടുത്ത വചനം. അൾത്താര ഒരേ രഹസ്യത്തിന്റെ 2 വശങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഈ അൾത്താര, ഈ ഉയർന്ന പീഠം സഭ പഠിപ്പിക്കുകയാണ്. 2 കാര്യങ്ങളാണ് നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. ഈ അൾത്താര എന്ന് കേൾക്കുമ്പോൾ, കുർബാനയ്ക്ക് വന്ന് ഈ ബലിപീഠത്തെങ്കിലേക്ക് നോക്കുമ്പോൾ, ഈ വിശുദ്ധമായ മദ്ബഹ ഒരു ത്രോണോസാണ്, ഉയർന്ന പീഠമാണ്, അതിൽ സിംഹാസനസ്ഥനായ എൻ്റെ ദൈവമാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന് ബലിയുടെ അൾത്താരയും കർത്താവിന്റെ വിരുന്നുമേശയും. ശ്രദ്ധിക്കണേ മക്കളെ, ഈ ബലിപീഠം 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, ഇവിടെ ഒരു ബലി നടന്നു. ഇവിടെ 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ബലിത്തറയാണിത്. അവൻ പിടഞ്ഞു മരിച്ചവന്റെ ചോര വീണ് മുങ്ങിയ ഒരു പീഠമാണിത്. സ്നേഹമുള്ളവരെ, ഈ ബോധ്യം ഒരിക്കലും വിട്ടുപോകരുത്. ഈ ബലിയുടെ മഹാത്മ്യം, എനിക്ക് വേണ്ടി മനുഷ്യനായി, എനിക്ക് വേണ്ടി ജീവിച്ച്, എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ കർത്താവിൻ്റെ കാൽവരിയുടെ യാഗപീഠമാണിത്. ഇതൊരു ബലിത്തറയാണ്. ഒന്നാമത്തെ ചിന്ത, ഇവിടെ നടക്കുന്നത് ഒരു നാടകമല്ല, ഇവിടെ നടക്കുന്നത് ഒരു ബാലയല്ല, ഒരു നൃത്താവിഷ്കാരമല്ല, ഇവിടെ നടക്കുന്നത് ഒരു ചടങ്ങല്ല, ഇവിടെ നടക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ ബലിയാണ്. ഹല്ലേലൂയാ. സ്നേഹത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ. എന്നിട്ട് രണ്ടാമത്തത് കർത്താവിന്റെ വിരുന്നുമേശ. എന്നിട്ട് അവൻ ഈ ബലിയിൽ തൻ്റെ ശരീരം ഭക്ഷണമാക്കിയിട്ട് നമ്മളെ ക്ഷണിക്കുകയാണ്. മക്കളെ, വാ, ഈ വിരുന്നുമേശയിൽ നിന്ന് ഭക്ഷിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ 2 സ്പീഷീസിലും എന്ന് പറഞ്ഞാൽ ഈ അപ്പവും വീഞ്ഞും യേശു ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, അത് ഒരു അസ്ഥികഷണത്തിൽ തൂങ്ങിക്കിടക്കുന്ന മാംസമല്ല, ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എൻ്റെ ആളത്വമാണ്, എൻ്റെ പേഴ്സണാലിറ്റിയാണ്, ഇത് ഞാനാണ്. അവനെ തന്നെ മുറിച്ചു തരികയാണ്, വിളമ്പി തരികയാണ്. ഇതെന്റെ രക്തമെന്ന് പറയുമ്പോൾ ചുവന്ന ഒരു ദ്രാവകമല്ല, മറിച്ച് ഇതെന്റെ പ്രാണനാണ്, ജീവനാണ്. ഇതാണ് വിളമ്പിത്തരുന്നത്. ഇതൊരു വിരുന്നുമേശയും കൂടെയാണ്. ഈ വിരുന്നുമേശ അവനെ തന്നെ, ദൈവം നമുക്ക് അവനെ തന്നെ വിളമ്പിത്തരുന്ന മേശ കൂടിയാണ്. ഹല്ലേലൂയാ. ഇതാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് വായിച്ചു വരാം, അതും കൂടെ തുടർന്ന് വായിക്കാം. ക്രൈസ്തവ ബലിപീഠം ക്രിസ്തുവിന്റെ തന്നെ പ്രതീകമായതിനാൽ ഇത് എത്രയും വാസ്തവമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഭ പഠിപ്പിക്കുന്നത് ഈ ബലിപീഠം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പ്രതീകമാണ്. മക്കളെ, ഇത് ഒരു മേശയല്ല. പലർക്കും ഇതൊരു തിരുവത്താഴ മേശയാണെന്നും, പലർക്കും ഇത് ഒരു വെള്ളത്തുണി വിരിച്ച് എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ചാൽ മതി, അങ്ങനെയല്ല. ഇത് കർത്താവിന്റെ ബലിപീഠമാണെന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഇത് ക്രിസ്തുവിന് പകരം നിൽക്കുന്ന, ക്രിസ്തുവിന്റെ പ്രതീകമായി സഭ ഉയർത്തിയിട്ടുള്ളതാണ് ഈ ബലിപീഠം. അതുകൊണ്ടാണ് ഇതിനെ ശ്രേഷ്ഠാധികാരമുള്ള ഒരു മെത്രാൻ തന്നെയാണ് ഇതിനെ മൂറോൻ കൊണ്ട് തഴുകി വരച്ച്, കുരിശു വരച്ച് ഇതിനെ പൂശി ഒരിക്കൽ മാത്രം രണ്ടാമതൊന്നുകൂടെ ആശീർവദിക്കത്തില്ല. ഇത് വെഞ്ചരിപ്പല്ല.
ഇത് കൊന്ത വെഞ്ചരിച്ച് തരുന്ന കണക്ക് ഒരു വെഞ്ചരിപ്പ് കർമ്മമല്ല. ഇത് ഒരു വൈദികനും ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ശ്രേഷ്ഠാധികാരമുള്ള കർത്താവിന്റെ കൈവപ്പ് നേരിട്ട് കിട്ടിയിട്ടുള്ള അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ചയുള്ള പിതാക്കന്മാർ, മെത്രാന്മാർ അതിനെ ആശീർവദിച്ചുകൊണ്ട് ഒരിക്കൽ മാത്രം അതിനെ വെഞ്ചരിച്ച് തരും. അത് ആശീർവദിച്ച് കൂദാശ ചെയ്തു തരും. വെഞ്ചരിപ്പല്ല, കൂദാശ ചെയ്തു തരും, വിശുദ്ധീകരിച്ചു തരും. സ്നേഹമുള്ളവരെ, എന്നിട്ട് കാരണം എന്താണെന്നറിയാമോ? പിന്നീട് ഇത് ക്രിസ്തുവിന്റെ പ്രതീകമാണ്. ഇതുപോലെ ഈ പള്ളിക്കകത്ത് വേറെ ഒരു വകുപ്പില്ല. ഇതുപോലെ ഈ സഭയുടെ കൂട്ടായ്മയിൽ വേറൊരു വകുപ്പില്ല. അത്ര പ്രധാനപ്പെട്ടതാണ് നമുക്ക് എന്ത്? ഈ അൾത്താര. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വൈദികൻ വിശുദ്ധ ബലിക്ക് മുമ്പും പിൻപും ഇതിന് 3 തവണ ചുംബിക്കും ഈ ബലിപീഠത്തെ. എന്താണെന്നറിയാമോ? അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ അൾത്താരയിൽ 3 കഷണങ്ങളായി 3 ഭാഗങ്ങളായി ചിത്തോല തയ്ച്ചിട്ടിരിക്കുന്നത്. 3 കളങ്ങളാണ്. 1 പിതാവാം ദൈവം, 2 പുത്രൻ തമ്പുരാൻ, 3 പരിശുദ്ധാത്മാവാം ദൈവം. അതുകൊണ്ടാണ് അപ്പുറത്തും ഇപ്പുറത്തും പ്രാവിന്റെ ചിത്രവും നടുക്ക് ക്രൂശിത രൂപവും, നടുക്ക് കുരിശുമാണ് തയ്ച്ചു വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് 3ഉം പരിശുദ്ധ തൃത്വത്തിന്റെ സിംഹാസനമാണിത്. ഈ സിംഹാസനത്തെ അതുകൊണ്ടാണ് പുരോഹിതൻ തുടക്കത്തിലും 3 തവണ നടുക്കും ഇരുവശങ്ങളിലുമായിട്ട് ചുംബിക്കും. പരിശുദ്ധ തൃത്വത്തെ ചുംബിച്ചാണ് ഈ ശുശ്രൂഷ. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ അടുത്ത് ഞാൻ പറയും, എൻ്റെ മക്കളെ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് ധൃതി വെച്ച് വെപ്രാളപ്പെട്ട് ഇതെല്ലാം കൂടെ വാരിക്കോരി എടുത്തുകൊണ്ട് പോകാൻ നിൽക്കരുത്. നിങ്ങൾ മുട്ടുകുത്തി നന്ദി പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ വന്ന് ഈ അൾത്താരം മുത്തണം. അവരത് ചെയ്യുന്നുണ്ട്. അവർ അൾത്താരം മുത്തി അനുഗ്രഹം പ്രാപിച്ചിട്ടാണ് എൻ്റെ കൂടെ തിരികെ മടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞിനെ, അത് ആൺകുഞ്ഞാന്നാലും പെൺകുഞ്ഞാന്നാലും, മാമോദീസ കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ മൂറോൻ കൊണ്ട് പൂശിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? തിരുരക്തം കൊടുത്തിട്ട് നമ്മൾ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് ആദ്യമേ ഈ ബലിപീഠത്തിൽ കൊണ്ടുവന്നിട്ട് മുത്തിച്ചിട്ട് ഇതിന്റെ കോണുകളിൽ മുത്തിച്ചിട്ട് ഈ കുഞ്ഞിനെ ഇതിന് ചുറ്റും ഒരു വലം വയ്ക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദൈവമേ, മാമോദിസയ്ക്കൊക്കെ വരണം. നിങ്ങൾ മാമോദിസ മുങ്ങിയവരല്ലേ? പഴയ പടമൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നോക്കുന്നതല്ല. ഇങ്ങനെ ഈ കോണുകളിൽ മുത്തിച്ചിട്ട് നടുക്ക് കൊണ്ടുവന്നിട്ട് ഈ കുഞ്ഞിനെ ബലിപീഠത്തിൽ വെച്ചൊന്ന് മുത്തിച്ചിട്ടാണ് കൊണ്ടുവന്ന് ഈ തലത്തൊട്ടപ്പൻ്റെ തലത്തൊട്ട അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുന്നത്. എന്നാ പള്ളിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് തിരിച്ചു തരിക, വളർത്തി എത്തിച്ചിട്ടെങ്കിൽ തിരിച്ചു തരണം. പ്രിയപ്പെട്ടവരെ, ഇതെന്താണെന്നറിയാമോ? ഈ ബലിപീഠത്തിന് ചുറ്റും, ഈ ത്രോണോസിന് ചുറ്റും, നിന്റെ സിംഹാസനസ്ഥനായ ദൈവത്തിന്റെ ബലിപീഠത്തിന് ചുറ്റും ഈ കുഞ്ഞിനെ ഒന്ന് മുത്തിച്ച് വലം വെച്ച് മുട്ടിച്ച് കൊണ്ട് തരുമ്പോൾ ഉറപ്പാണ്, ഇനി ഈ കുഞ്ഞ് ബോധപൂർവം എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ ദൈവത്തിന് ഈ കുഞ്ഞിനെ കളയാൻ പറ്റൂ. ഇല്ലെങ്കിലുണ്ടല്ലോ, മരണം വരെ ഈ കുഞ്ഞിന്റെ മേൽ ഒരു മുദ്രയുണ്ടാകും. വിശ്വസിച്ച് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ ബലിപീഠത്തിന്റെ ശക്തി. അതുകൊണ്ടാണ് ഇതിലെ വേറെ സാധനങ്ങളൊന്നും കൊണ്ട് വെക്കാൻ ദയവായിട്ട് ചെയ്യരുതെന്ന് പറയും. ഇതിൽ ബലിപീഠത്തിൽ വെക്കേണ്ട സാധനങ്ങൾ മാത്രമേ വെക്കാം. ഒരു കാര്യവും ഇതേ കൊണ്ട് വെക്കാൻ അനുവദിക്കുകയില്ല. അത്ര പരിശുദ്ധമാണ്. എടുത്ത് പ്രായമായ ഒരു ചേട്ടൻ ചോദിച്ചു, കുറേ നാളായി, പണ്ട് അൾത്താരമാലിനായിരുന്നു, കുറച്ച് നാളായി ബ്രേക്കാ, അച്ഛൻ്റെ തലയൊക്കെ കൈവച്ചേ, എനിക്ക് ആ ബലിപീഠത്തിലൊന്ന് മുത്താൻ ഒരു കൊതിയുണ്ട് അച്ഛൻ. ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. അല്ലെങ്കിൽ ചോദിച്ചു പ്രാർത്ഥിച്ച് ഒരു വന്നിട്ട് ബലിപീഠത്തിങ്കൽ വീണ് മുത്തി. ചിലരൊക്കെ വന്നിട്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കിടന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
പ്രിയപ്പെട്ടവരെ, അത്ര പ്രധാനപ്പെട്ടതാണ് ഈ ബലിപീഠം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇത് ക്രിസ്തുവിന്റെ പ്രതീകമാണെന്നാണ് പറയുക. ക്രിസ്തുവിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് നമ്മൾ ഈ പ്രിമിയോൻ ശതറ, ഒന്നാമത്തെ ശതറായി കുർബാനയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈറന്മാരിൽ നിന്നും മാലാഖമാരിൽ നിന്നും മറഞ്ഞിരിക്കുന്ന പിതാവായ ദൈവമേ, നിന്റെ മുൻപാകെയും സ്നേഹപൂർവം ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട നിന്റെ പുത്രന്റെ മുൻപാകെയും ആവാസത്താൽ ലോകത്തിന് പാപവിമോചനം നൽകിയ നിന്റെ പരിശുദ്ധ റൂഹായുടെ മുൻപാകെയും, അടുത്തത്, നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കപ്പെടുകയും പരിശുദ്ധ ത്രിത്വം അധിവസിക്കുകയും ചെയ്യുന്ന നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ മുൻപാകെയും ഈ ബലി ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ ത്രിത്വം അധിവസിക്കുന്ന സിംഹാസനമാണ്. വിശ്വസിക്കുന്നവർ പറ ഹല്ലേലൂയാ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇത് ക്രിസ്തുവിന്റെ പ്രതീകമാണെന്ന് പറഞ്ഞു. 5-ാമത്തെ സദറായിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, യഥാർത്ഥ പ്രധാന ആചാര്യനും പാപപരിഹാര ബലിയും ആത്മീയ ബലിപീഠവുമായ നീ. കണ്ടോ, ഈശോയെ, ക്രിസ്തുവിനെ വിളിക്കുന്ന പേരാണ് ആത്മീയ ബലിപീഠം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഇത് ക്രിസ്തുവിന്റെ പ്രതീകമായിട്ടാണ് ഈ ബലിപീഠം. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് നമ്മൾ ഈ ആരാധന, അത് നമുക്ക് നമസ്കാര മേശയിലല്ല നടത്തുന്നത്, ബലിപീഠത്തിൽ നിന്നാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ഇവിടെയൊക്കെ നടത്താം. പക്ഷേ യേശു ക്രിസ്തുവിന്റെ പ്രതീകമായുള്ള ഈ ബലിപീഠം, ഈ ബലിപീഠത്തിന്റെ മുമ്പിൽ അതുകൊണ്ട് വേറെ പരിപാടികളൊന്നും പാടില്ല. സഭ പറയുന്നതിന്റെ കാര്യം, പള്ളിക്കകത്ത് വേറെ പരിപാടികളൊന്നും പാടില്ല. ബലിപീഠത്തിന് കൊടുക്കേണ്ട സ്ഥാനം, 1-ാം സ്ഥാനം നമ്മൾ കൊടുക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. ബലിപീഠം വീണ്ടും നമ്മൾ ഈ 15-ാമത്തെ സദറായിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: തന്റെ പൗരോഹിത്യത്തിന് കാലയളവില്ലാത്ത നിത്യപ്രധാനാചാര്യനും ആചാര്യ ശുശ്രൂഷ നടത്തുന്നവനും അവയെ സ്വീകരിക്കുന്നവനും കൊല്ലപ്പെട്ടിട്ടും ജീവിച്ചിരിക്കുന്നവനും നിർമ്മല സമാധാനയാഗങ്ങളുടെ ബലിപീഠവുമായ കർത്താവിനു സ്തുതി. കണ്ടോ, നിർമ്മല സമാധാനയാഗങ്ങളുടെ ബലിപീഠമായ ആര്? കർത്താവ്. കർത്താവിനെ വിളിക്കുന്ന പേരാണ് ബലിപീഠം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവർ, ഈ അൾത്താര, ഓൾട്ടർ എന്ന് പറയുന്നത്, ഈ ഉയർന്ന പീഠം കർത്താവിൻ്റെ സിംഹാസനമാണ്, അവിടുത്തെ വിരുന്നുമേശയാണ്, അവൻ്റെ ബലിപീഠമാണ്, അത് അവൻ്റെ പ്രതീകമാണ്, ക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് ഇത് 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 അവൻ്റെ ഭക്ഷണമേശയാണ്, അവൻ്റെ കബറിടമാണ്. അവൻ ഇവിടെ നിന്നാണ് ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ടാണ് ഈ കബറ്. ഇതിന് പിന്നിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിൽ ഒരു 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 അലമാര പോലെ ഒരു സാധനമുണ്ട്. പണ്ട് നമ്മുടെ ഈ കബർ അടക്കിയിരിക്കുന്നത് ഇതിനകത്തായിരുന്നു. നമ്മൾ ഈ കബറടക്ക ശുശ്രൂഷ നടത്തുന്നത്, നമ്മുടെ കർത്താവിൻ്റെ കബറടക്ക ശുശ്രൂഷ നടത്തി കൊണ്ടുപോയി അടക്കം ചെയ്യുന്നതിനകത്തായിരുന്നു. ഇപ്പോഴിത് കബറടക്കുന്നത് വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയില്ല, ദുഃഖ വെള്ളിയാഴ്ച മലങ്കര ക്രമം അനുസരിച്ച് അന്നേ ദിവസം കബറടക്കുന്നത് ഈ ബലിപീഠത്തിലാണ്. ഇത് അവന്റെ കബറാണ്. ഉത്ഥാന ഞായറാഴ്ച അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന നമ്മൾ നടത്തുന്നതിന് മുൻപ് ഉയർപ്പ് ശുശ്രൂഷ നടത്തുമ്പോൾ ഈ ഉയർപ്പിന്റെ ശുശ്രൂഷ ഈ അൾത്താരയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവനെ ഉയർത്തി, കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റ്. ഇത് അവന്റെ ഉയർപ്പിന്റെ സ്പേസാണ്, ഇടമാണ്, അവന്റെ ഖബറാണ്, അവന്റെ വിരുന്നുമേശയാണ്. ഇത് അവന്റെ എല്ലാമാണ്, അവന്റെ ചങ്ക് തുടിക്കുന്ന സ്ഥലമാണ് ഇതെന്റെ പ്രിയപ്പെട്ടവരെ. അവന്റെ ജീവൻ പങ്കുവെച്ച് മുറിച്ചു തന്നത് സ്ഥലമായത്, ബലിത്തറയാണിത്. ഇവിടെയാണ് അവന്റെ രക്ഷാകരമായ പെസഹ രഹസ്യങ്ങളെല്ലാം നിറവേറണമെന്ന് അവൻ ആഗ്രഹിക്കുന്ന സ്ഥലം. ഈ സ്ഥലത്തെ മാനിച്ചാലുണ്ടല്ലോ,
ഈ സ്ഥലത്തെ നീ മാനിച്ചാൽ നിന്നെ ദൈവം മാനിക്കും. കാരണം അവൻ അത്രമേൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ബലിപീഠം. ഹല്ലേലൂയാ. സ്നേഹത്തോട് പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞൊരു വചനം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. നിങ്ങൾ പറയുന്നു, ഒരുവൻ ബലിപീഠത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല. കർത്താവ് പറയുന്നത്, ഈശോ പറയാണ്, നിയമജ്ഞരോട് പറയാണ്, നിയമജ്ഞരെ, ഫരീസയരെ, നിങ്ങൾ പറയുന്നു ഒരുവൻ ബലിപീഠത്തെ കൊണ്ട് ആണയിട്ടാൽ. ഒരാൾ പറയാണ്, ഞങ്ങളുടെ പള്ളിയിലെ അൾത്താരയാണ് സത്യം, അതിൽ വലിയ പ്രധാനപ്പെട്ട കാര്യമൊന്നുമില്ല, അപ്പൊ ബലിപീഠമാണ് സത്യം എന്ന് പറയുന്ന ആരെങ്കിലും പറഞ്ഞാൽ കർത്താവ് പറയാണ്, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ പറയുന്നുണ്ട്. നിയമജ്ഞരും ഫരീസയരോട് പറയാണ്, നിങ്ങൾ പറയുന്നു ചിലർ ബലിപീഠത്തെ തൊട്ട് ആണയിട്ടാൽ കുഴപ്പമില്ല. എന്നാൽ ബലിപീഠത്തിലെ കാഴ്ച വസ്തുവിനെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ്. എന്നാൽ നിങ്ങൾ പറയും, എന്നാൽ അതിൽ അർപ്പിക്കുന്ന കാഴ്ച വസ്തു എന്ന് പറഞ്ഞാൽ അവർ കാഴ്ച വെച്ചിരുന്നത് ആടും മാടും ഒക്കെയാണ്. അതിനെ തൊട്ട് സത്യം ചെയ്താ കടമാ ദൈവം ചോദിക്കും. പക്ഷെ നീ ബലിപീഠത്തെ തൊട്ട് സത്യം ചെയ്താൽ കുഴപ്പമില്ല, നീ സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ലെന്ന് കർത്താവ് പറയാണ്. അന്ധരെ, പൊട്ടന്മാരെ അവരെ വിളിക്കുകയാണ്, എടാ പോട്ട, എടാ കാഴ്ചയിൽ എന്താ അന്ധ. അടുത്ത വചനം എന്താ? 19-ാം വാക്യം. അന്ധരെ ഏതാണ് വലുത്? കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കണേ മക്കളെ, ശ്രദ്ധിക്കണേ, ഏതാണ് വലുത്? കാഴ്ച വസ്തുവോ കാഴ്ച വസ്തുവിനെ പവിത്രമാക്കുന്ന ബലിപീഠമോ? ഈ കാഴ്ച വസ്തുവിനെ, ഈ അപ്പവും വീഞ്ഞുവിനെയും ക്രിസ്തുവിന്റെ ശരീര രക്തമാക്കി പവിത്രീകരിക്കുന്നത് എവിടെയാണ്? ബലിപീഠത്തിലാണ്. ഈ ബലിപീഠത്തിനാണോ പ്രാധാന്യം, അതോ അതിന്മേലുള്ള കാഴ്ചവസ്തുവിനാണോ? ബലിപീഠത്തിന്. കാരണം ഇതാണ് കർത്താവിന്റെ സിംഹാസനം. ഈശോ പഠിപ്പിച്ചാണ്, ബലിപീഠത്തിനാണ് പ്രാധാന്യം. ഈ ബലിപീഠമാണ് അവന്റെ സാന്നിധ്യം ഉൾക്കൊള്ളുന്നത്, പരിശുദ്ധ തൃത്വം അധിവസിക്കുന്നത്. അവിടെ ഈ കാഴ്ചവസ്തു വെച്ചിട്ട് അത് കർത്താവ് പവിത്രമാക്കി കഴിയുമ്പോഴാണ് അതിന്റെ മഹനീയത വരിക. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് കർത്താവ് പറയാണ്, ബലിപീഠത്തെ കൊണ്ടാണയിടുന്നവൻ അതിനെക്കൊണ്ടും അതിന്മേലുള്ള എല്ലാ വസ്തുക്കളെയും കൊണ്ടാണയിടും എന്ന് പറഞ്ഞാൽ ബലിപീഠത്തിന്റെ മേൽ ഉള്ള സ്വർഗത്തിന്റെ അധികാരം, അതിന്മേൽ വെച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെല്ലാത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ അധികാരം വെളിപ്പെടും. അത്ര പ്രധാനമാണ് ഈ ബലിപീഠം. ഈ ബലിപീഠത്തിൻ്റെ മേൽ നീ ഒരു നിയോഗം കൊണ്ട് വെച്ചാൽ, ഈ കുർബാനയിൽ നീ ഒരു നിയോഗം കൊണ്ട് വെച്ചാൽ, ഈ കാഴ്ചയോടൊപ്പം, ഈ ഓസ്തിയോടും വീഞ്ഞിനോടൊപ്പം നീ നിന്റെ ഒരു സങ്കടം, ഒരു പ്രശ്നം കൊണ്ടുവന്നൊന്ന് വെച്ചാൽ അതിൻ്റെ മേൽ സ്വർഗം തീർപ്പ് കൽപ്പിക്കും. കാരണം അതിൻ്റെ മേൽ ബലിപീഠത്തെ കൊണ്ടാണ് ഇടുന്നത്, അതിനെ കൊണ്ടും അതിന്മേലുള്ള എല്ലാ വസ്തുക്കളെ കൊണ്ടുമാണ് ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, പ്രിയപ്പെട്ട ഒരു ബലിപീഠത്തിൽ കൊണ്ടുവന്ന് വെക്കുന്ന എല്ലാ വസ്തുവിലും സ്വർഗത്തിന്റെ അധികാരം വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുകൊണ്ടാണ് ഈ ദേവാലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമെന്ന് പറയുന്നത് ഈ ബലിപീഠമാണ്. ബലിപീഠമാണ്. നമുക്ക് ബലിപീഠത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് മുന്നോട്ട് പോകും. ആരാധനാക്രമം ഏറ്റവും ധന്യമാകണമെങ്കിൽ ഈ ബലിപീഠത്തെ എഴുന്നള്ളി വന്നിരിക്കും. ഇതൊരു സിംഹാസനം, ഇതൊരു ഉയർന്ന പീഠമാണ്. ഈ ഉയർപ്പിൻ്റെ കാരണം, ഉയർന്നിരിക്കാൻ കാര്യം, അത് സിംഹാസന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അവിടെയാണ് ഈ ബലി നടന്നത്. അതാണ് അവൻ്റെ ഭക്ഷണമേശ, വിരുന്നുമേശ. ഇവിടെയാണ് സകലതും വിശുദ്ധീകരിക്കപ്പെടുന്നത്. സകലത്തിൻ്റെയും ഉടയവൻ ഇവിടെയാണ്. ഇവിടെ നിന്നാണ് എല്ലാ മിന്നൽ പിണരുകളും ഇടികളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നത്. ഇവിടെ അതിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ഈ ത്രോണോസിൻ്റെ, ഈ സ്വർണ്ണ സിംഹാസനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്.
അതുകൊണ്ട് ഈ ബലിപീഠത്തിൽ ഒക്കെ ശരണപ്പെട്ട് ഈ ബലിപീഠത്തിൽ നിന്നൊക്കെ കോരിയെടുത്തിട്ട് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. അതുകൊണ്ട് കുരിശ് വരച്ച് അത് സ്വീകരിക്കണം. എൻ്റെ മക്കളെ, ഇത് അച്ഛനല്ല തരുന്നത്, ഇത് ബെന്നി അച്ഛനല്ല, ഇവിടെ സജി അച്ഛനല്ല, അല്ല ഇനിയും വരാനിരിക്കുന്ന അച്ഛനല്ല ഇത് തരുന്നേ. ഇത് കോരിയെടുക്കുക, അവൻ്റെ സിംഹാസനത്തിൽ നിന്നാണ് കൃപ കോരിയെടുത്ത് തരുന്നത്. അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കരുത്. തല വണങ്ങി കുരിശ് വരച്ച് വാങ്ങിച്ചോണം. കാരണം ഈ സിംഹാസനത്തിനാ ശക്തി. ഈ ബലിപീഠത്തിൽ നിന്ന്, ഈ ബലിവസ്തുക്കളിൽ നിന്ന് കോരിയെടുക്കുന്നത് അവന്റെ സമാധാനമാ. ഇത് വേണ്ടെന്ന് പറഞ്ഞിരിക്കരുത്. മാനുഷികമായ ബുദ്ധി കൊണ്ട് ഇതിനെ അളക്കരുത്. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ധൂപമൊക്കെ അങ്ങോട്ട് വീശുമ്പോൾ ഉണ്ടല്ലോ, എന്താ ഈ ധൂപം വീശുന്നതെന്ന് അറിയാമോ? വെളിപാടിന്റെ പുസ്തകം, ആ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. വെളിപാടിന്റെ പുസ്തകത്തിലൊരു സംഭവമാണ്. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, 4-ാം വാക്യം വായിച്ച്. 6-ാം അധ്യായത്തിൻ്റെ വെളിപാടിന്റെ പുസ്തകം ഈ ധൂപം ധൂപം ഈ ബലിപീഠത്തെ വീശി മുത്തിയിട്ട് പുരോഹിതൻ ഈ ജനത്തെ ഇങ്ങനെ വീശി വണങ്ങി എല്ലാവരും വീശി. ഇതെന്തിനാണ് വീശുന്നത്? പുക കാണാൻ നല്ല രസമാണ് ആണോ? ഇതെന്നാ തന്നെ വീശുന്നത്? നോക്കിയേ, വായിച്ചേ. ബൈബിളിൽ ഇല്ലാത്തൊരു കഷണം പോലും സഭ ചെയ്യാറില്ല. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ, തിരുസഭയുടെ, ശ്ലൈഹിക അധികാരത്തിലുള്ള സഭയുടെ എല്ലാ ആരാധനാക്രമ ശുശ്രൂഷകളും വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. വായിക്കാമോ? വെളിപാടിന്റെ പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യം. അവൻ 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. യോഹന്നാൻ ശ്ലീഹ ബലിപീഠത്തിന് കീഴിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. ബലിപീഠത്തിന് കീഴിൽ കാണുന്ന ഒരു കാഴ്ച. പണ്ട് നിങ്ങൾ ഈ കൊവേന്തുകളിലൊക്കെ പോയാൽ മതി. പണ്ടത്തെ പഴയ പള്ളികളില് വിശുദ്ധരുടെ തിരുശേഷിപ്പുകള് ഒക്കെ അടക്കം ചെയ്തിരിക്കുന്നത് ബലിപീഠത്തിന് അടിയിലാണ്. അല്ലെ വിശുദ്ധരായി ജീവിച്ചിരുന്ന സന്യാസികളുടെയൊക്കെ ഖബറിന്, കല്ലറയ്ക്ക് മീതെയാണ് അവരുടെ പള്ളി, അവരുടെ ചാപ്പൽ എന്ന് പറയുന്നത്. ഈ ബലിപീഠം എടുത്തിരിക്കുന്നതിന് അവരുടെ കല്ലറയുടെ അടിയിലാണ് അവരുടെ മൃതശരീരം വെച്ചിട്ടിരിക്കുന്നത്. എന്താണെന്നറിയാമോ? ഈ വചനമാണ്. ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന്റെ കീഴിൽ ഞാൻ കണ്ടു. തിരുശേഷിപ്പുകൾ. അതുകൊണ്ടാണ് ഈ ബലിപീഠത്തിന്റെ അടിയിൽ വെക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ബലിപീഠത്തിന്റെ അടിയിൽ. എന്നിട്ട് 8-ാം അധ്യായത്തിന്റെ 3-4 വാക്യം കൂടെ വായിച്ച് 5. മറ്റൊരു ദൂതൻ സ്വർണം കൊണ്ടുള്ള ഒരു ധൂപ കലശവുമായി ബലിപീഠത്തിന് മുൻപിൽ വന്നു നിന്നു. ഒരു ദൂതൻ. അപ്പൊ ഈ കാണുകയാണ്, സ്വർഗത്തിലെ ആരാധന കാണുകയാണ്. സ്വർഗത്തിൽ നടക്കുന്ന ആരാധന അതുപോലെ ഭൂമിയിൽ നടത്താൻ വേണ്ടിയിട്ടാണ് ദൈവവചനം. ഈ സ്വർഗത്തിലെ ആരാധനയുടെ റെപ്ലിക്ക അതുപോലെ ഇവിടെ സഭ ആചരിക്കുകയാണ്. മറ്റൊരു ദൂതൻ സ്വർണം കൊണ്ടുള്ള ധൂപകലശവുമായി ബലിപീഠത്തിന് മുമ്പിൽ വന്നു നിന്നു. അതാണ് സ്വർണ്ണ ധൂപകുറ്റി. സ്വർണ്ണ പെയിന്റ് അടിച്ചല്ല, സ്വർണം പൂശിയത് സ്വർണ്ണ ധൂപകുറ്റി. എന്നിട്ട് ആ ധൂപക്കുറ്റി കൊണ്ടുവന്നു നിന്നു. സിംഹാസനത്തിന്റെ മുൻപിലുള്ള ബലിപീഠത്തിന്മേൽ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാനായി ധാരാളം പരിമളദ്രവ്യം അവന് നൽകപ്പെട്ടു. ശ്രദ്ധിക്കണേ മക്കളെ, ഈ ബലിപീഠത്തിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന തിരുശേഷിപ്പുകളിൽ നിന്ന്, വിശുദ്ധരുടെ ഈ തിരുശേഷിപ്പുകളിൽ നിന്ന്, അസ്ഥികളിൽ നിന്ന് ഉയരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനയോടൊപ്പം ഈ ധൂപവും ഉയരാൻ വേണ്ടി ഈ ധൂപക്കുറ്റിയിൽ കുന്തിരിക്കം, പരിമള ദ്രവ്യം അവന് നൽകപ്പെട്ടു. ദൂതന്റെ കയ്യിൽ നിന്ന് പരിമള ദ്രവ്യങ്ങളുടെ ധൂപം വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം
ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ടു. അതുകൊണ്ടാണ് കുർബാനയുടെ ഇടയിൽ നമ്മൾ കുക്കിലിയോൻ പാടുന്നത്. നിന്നാൾ സ്തുതിയോടു രാജമകൾ. അതങ്ങോട്ട് പാടുമ്പോ ധൂപം വീശും. നയവാൻ വന്ന പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ. വളരുമവൻ ലബനോൻ കാരകിൽ പോൽ. ഇടുമ്പോ ധൂപം വീശുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ധൂപം നമ്മുടെ അടുത്തേക്കൊക്കെ നോക്കി ശുശ്രൂഷയല്ലേ വലിയ വീശുമ്പോ ഉണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ബലിപീഠത്തിൽ നിന്ന് ഉയരുന്ന വിശുദ്ധരുടെ പ്രാർത്ഥനകൾ. അന്നേരം നമ്മളതിന് പേരുത്തമ്പി തളവാ നിൽക്കുന്നതാണൊക്കെ നിൽക്കരുത്. നമ്മൾ ഇത് സ്വീകരിക്കണം. സിമ്പിൾ സ്പിരിച്വാലിറ്റിയാ, പക്ഷെ ഇത് വചനമാണ്. ആരാധനക്രമത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത് സ്വീകരിക്കുമ്പോണ്ടല്ലോ നിന്റെ കണ്ണുനീര്, ദുരിതം, വേദന ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് നീ എഴുതിത്തള്ളി വിഷയങ്ങൾ അറിയുന്ന ഈ വിശുദ്ധന്റെ മധ്യസ്ഥ പ്രാർത്ഥന. ചില ബന്ധുക്ക സമുദായങ്ങളൊക്കെ പറയും മധ്യസ്ഥ പ്രാർത്ഥന ഒന്നും വേണ്ട, അവരുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമാ വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ഈ ധൂപവും ഉയർന്നെന്ന്. വിശുദ്ധരുടെ മധ്യസ്ഥം വേണമെന്ന്. അതുകൊണ്ടാണ് ഈ ആരാധനാക്രമത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ഇതിനെ ഉയർത്തുന്നത്. ബലിപീഠത്തിൽ നിന്ന് ഇത് ഉയരുന്നത് കൊണ്ട് ഉറപ്പാണ് സ്വർഗം ഇതിനുത്തരം തരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ബലിപീഠത്തിങ്കിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ, ധൂപം, ഇതൊക്കെ നമ്മൾ സ്വീകരിക്കണം. അത് ആരാധനയുടെ ഭാഗമാണ്. നമ്മളെ വിശുദ്ധീകരിക്കുന്ന, സ്വർഗത്തോട് ഏറ്റവും അടുത്ത് നിർത്തുന്ന, ഈ ബലിപീഠത്തോട് ബന്ധിപ്പിച്ചിട്ടിരിക്കുന്ന. ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങളോട് പറയാം, എൻ്റെ പൊന്നു മക്കളെ, കുന്തിരിക്കപ്പുക ഏറ്റെടുത്തിട്ടുള്ള ഒരുത്തനും നഷ്ടപ്പെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടിരുന്നു. ഗൗരവത്തോടെ ഈ കുന്തിരിക്കപ്പുക, അതിന്റെ മണമേറ്റിട്ടുള്ള ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടു പോയില്ല. അതുകൊണ്ട് ഞാൻ പിള്ളേരെ എടുത്ത് പറയാം, മക്കളെ, അൾത്താരയിലൊക്കെ ഒന്ന് കയറി 1 വർഷമെങ്കിലും ശുശ്രൂഷ ചെയ്തിട്ട് നിങ്ങൾ പോകും. 1 വർഷം ശുശ്രൂഷ ചെയ്തിട്ട് പോകും. അതൊരു ഈ ബലിപീഠത്തിങ്കിലൊക്കെ മുദ്രയിട്ട് നെറ്റിമുട്ടിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, നഷ്ടമാവില്ലെന്നേ. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ അൾത്താരയിൽ നിന്ന് ദൈവം ഒരുക്കുന്ന വലിയ കൃപകൾ സ്വീകരിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം.